ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് വെർഗോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് സൈൻ, നക്ഷത്രം സൈൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ ആയിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും, ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഉണ്ടാവുക ഫ്യൂച്ചറിൽ, ഇതൊക്കെ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. ഹായ്, അപ്പോൾ വെർഗോ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് ഈ സമയത്ത്? നിങ്ങളുടെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി ടവർ. നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ എന്താണ്? കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും മജിഷ്യൻ. അപ്പം ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ രണ്ടാളും എന്തോ ഒരു പുതിയ തുടക്കം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ കാണുന്നത് ഒരു വഴക്കിൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, ഇല്ലച്ച എന്തോ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളിപ്പോൾ സംസാരിക്കാത്ത ഒരു എനർജിയിലാവാം. പക്ഷെ ഇവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാവാം പോണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നോ കോണ്ടാക്ട് ആണെന്ന് വെച്ചാൽ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പുതിയ തുടക്കം വരും. നിങ്ങളുടെ എനർജി ഞാൻ ക്വീൻ ഓഫ് വാൻഡ്സ് ആയിട്ടാണ് കാണുന്നത്. കുറെ കോൺഫിഡൻസ് ഉള്ള പേഴ്സന്റെ എനർജിയാണ് ഇത്. പക്ഷെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ പറഞ്ഞ മാതിരി കുറെ വഴക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ വേണിച്ച ഈ പേഴ്സണിനെ അവരുടെ ഈ പറഞ്ഞ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ കുറെ ടോക്സിക് ആയിരുന്നു ഈ റിലേഷൻഷിപ്പ്, കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറെ ഉണ്ടാവുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ടവറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്കൊരു ഷോക്ക് മാതിരി ഒരു എനർജിയിലാണ് അവർ. കുറെ കാര്യങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്തില്ല. കുറെ പറഞ്ഞ ഇഷ്യൂസ് അവർ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് എനർജിയിൽ അവർ ഉള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവർക്കൊരു ഷോക്കായിട്ട് തോന്നിയിട്ടുണ്ടാവും. അവർ ഹീലിംഗ് എനർജിയിലാണ്. അപ്പോൾ ഈ ബ്രേക്കപ്പിന് ഇല്ലച്ച ഈ സെപ്പറേഷൻ അവർ ഹീൽ ചെയ്യാൻ നോക്കണു. ജഡ്ജ്മെന്റ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഒരു തീരുമാനം എടുക്കണ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഇഷ്യൂസും നിങ്ങളുടെ ഇഷ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ എന്താ ഉണ്ടായേ അതിനൊക്കെ അവർ ഇപ്പോൾ അനലൈസ് ആണ് ചെയ്യണത്. ഓക്കെ, അവർ ഈ സിറ്റുവേഷനിൽ എന്താ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് അതിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് 4 ഓഫ് പെന്റിക്കിൾസ് ആണ്. 3 ഓഫ് സോർഡ്സ് ഉണ്ട്. ഇവിടെ 2 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ പാസ്റ്റിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു സെപ്പറേഷൻ, ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു റെസ്ട്രിക്ഷൻ ആണ്. നിങ്ങൾ രണ്ടാളും ഷുവർ ആയിരുന്നില്ല ഇവിടെ എന്താ വേണ്ടതെന്ന്. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ബ്രേക്കപ്പ് എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ രണ്ടാൾക്കും ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അത് ഇപ്പോൾ ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ എന്ന്. ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ടൊരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇപ്പോൾ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ചാരിയറ്റ് ആണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണ് വേണ്ടിയിട്ട് ഇപ്പോഴും ആ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാൾക്കും ഒരുമിച്ച് വന്ന് ഇതിനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെമ്പറൻസ് ആണ്. അവരും റെഡിയാണ് ഹീൽ ചെയ്യാൻ. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ അവർക്ക് അതിൽ കുറച്ചൊരു
ഒരു പീസ്ഫുൾ എനർജിയാണ് അവർക്ക് വേണ്ടത്. കോംപ്രമൈസ് ചെയ്യണം എന്നുണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ്. ശരിയായ സമയമാകുമ്പോൾ ആയിരിക്കും നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാവുക. ഇപ്പോഴും നിങ്ങളുടെ എനർജിയിൽ കുറച്ച് ബാഗേജ് ഉണ്ട്, പാസ്റ്റിൻ്റെ. അപ്പോൾ അത് എൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരണേ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 9 ഓഫ് കപ്സ്, ഇവരും പ്രേ ചെയ്യണു അത് ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവണം എന്ന്. ഞാൻ കാണുന്നത് ഇവിടെ അവർ നിങ്ങളെ ഒരു സീരിയസ് ലോങ് ടേം പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. ഒരു ഫ്യൂച്ചർ ഫാമിലി ഒക്കെ അവർ അങ്ങനെ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണു. എന്താണ് ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്? 5 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട്, കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ആക്ഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ആ കോൺഫ്ലിക്റ്റ് എനർജിയിൽ നിന്ന് പുറത്ത് വരണു. ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സൺ കുറച്ചൊരു ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്താ വെച്ചാൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, എപ്പോഴാണ് നിങ്ങളുടെ മെസ്സേജ് വരിക എന്ന് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഇംപേഷ്യൻ്റ് എനർജി ആയിരിക്കാം, കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് ആയിരിക്കാം. അത് നിങ്ങൾ ഇത്രയും സമയം എടുക്കണത് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ഭാഗത്തിന് മെസ്സേജ് ഇല്ല വെച്ചാൽ അവർ ചിലപ്പോൾ നിങ്ങളെ മെസ്സേജ് ചെയ്യും. അപ്പോൾ ഇവിടെ ഔട്ട്കം എന്താണ്? ഔട്ട്കം ഞാൻ കാണുന്നത് 2 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഔട്ട്കം ഇപ്പോഴും ഒരു ഷുവർ അല്ല. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഇരുന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ക്ലാരിറ്റി വരുള്ളൂ. ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാൾക്കും ഇവിടെ ഫീലിങ്സ് ഉണ്ട്, ഞാൻ കാണുന്നത് കുറേ ലവ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മുമ്പോട്ട് പോകണോ വേണ്ടേ, എങ്ങനെയാണ് ഇത് വർക്കാവുക, എല്ലാം കൂടിയും അത് രണ്ടാളും ഇരുന്ന് സംസാരിച്ചിട്ടേ ഇത് ശരിയാവുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ പ്രോഗ്രസ് ഞാൻ കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കാപ്രിക്കോൺ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, എക്വേരിയസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് വർഗോ? ഫിനാൻസസ് ആൻഡ് കരിയർ. അപ്പോൾ ചില ഫിനാൻഷ്യൽ ഇഷ്യൂസും കരിയർ ഇഷ്യൂസിൻ്റെ കാരണമായിരിക്കാം ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് പ്രോബ്ലം വന്നിരിക്കുകയാണ്, അതിൻ്റെ കാരണമായിരിക്കാം. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും തുറന്ന് കാര്യങ്ങൾ സംസാരിച്ചാൽ ഇവിടെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കോളിങ് ഇൻ യുവർ സോൾമേറ്റ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനിലാണ്. ആൻഡ് നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ തിരിച്ച് മാനിഫെസ്റ്റ് ചെയ്യണു. ഡെഫിനറ്റ്ലി ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ട്. പക്ഷെ ആ റീകൺസിലിയേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടും ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും നിങ്ങൾ രണ്ടാൾക്കും. ഓക്കെ, ഒരുമിച്ച്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് വർഗോ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ഒരു ഇമോജി ഇടുക, കമൻസിൽ ഇല്ലച്ചാൽ ഐ ക്ലെയിം എന്ന് എഴുതുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.